ഹായ് ഫ്രണ്ട്സ്, 2023 SCERT പുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ SCERT പുസ്തകങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രീ ആംബിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റു എഴുതിയ ലക്ഷ്യപ്രമേയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയത്തിൽ നിന്നെടുത്തതാണ് ഏതെന്ന് പറയുന്നത് ഈ ആമുഖം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വിട്ടുപോകുന്ന ഒത്തിരി SCERT പോയിൻറ്റ്സുകൾ നിങ്ങളുടെ പുസ്തകങ്ങളിലുണ്ട്. അതായത് 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ അത്തരത്തിലെ എല്ലാ പോയിൻറ്റ്സുകളും നല്ല എലാബറേറ്റ് ചെയ്ത് പഠിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് SCERT PSC ക്രാഷ് 2025. ഇത് ഓൾഡ് പ്ലസ് ന്യൂ കവർ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതിനെപ്പറ്റി ഡൗട്ട് വെച്ചിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുകയാണ്. SCERTൻ്റെ 5 മുതൽ 12 വരെയുള്ള പ്ലസ് 2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെ പുസ്തകങ്ങളും നമ്മൾ 3 മാസം കൊണ്ട് കവർ ചെയ്യും. അതിനകത്ത് ആമുഖത്തിന് ഒത്തിരി ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒരുപാട് വർഷങ്ങളിലായിട്ട് PSC ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒത്തിരി നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള പോർഷൻസും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളും തന്നിട്ട് നമ്മളെ പറ്റിക്കാറുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഭരണഘടനയുടെ ഈ ഒരു ആമുഖം എന്ന ഭാഗം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം എന്താണ്, SCERTയുടെ ഒരു ഭാഗമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. എല്ലാ SCERT പുസ്തകം, അത് മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എല്ലാത്തിലും ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാത്ത രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വരുന്നത്, നാം ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നതാണ്. അത് ബോൾഡ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആമുഖത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആരംഭം ഏത് വാക്യത്തിൽ നിന്നാണ് എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നതാണ് എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് വരുന്നത് എങ്കിൽ പറയും, ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് ഉറപ്പിക്കുന്ന ഭരണഘടനയിലെ ആമുഖത്തിലെ വാക്യം ഏതാണ്? അതേതാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നതാണ്. ഇത് നമ്മൾ ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരികളെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഭാരതത്തിനെ ഒരു ഡെഫിനിഷൻ കൂടി ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ അടിച്ച് നമ്മളെ കൊല്ലാറുള്ളതാണ്. അത് നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഈ വേർഡ്സുകൾ ഓരോന്നും നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? എന്താണ് പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരം, ജനാധിപത്യം, റിപ്പബ്ലിക്ക്. ഇതുപോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമ്മുടെ രാജ്യം എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരമാധികാരം എന്ന വേർഡ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പരമാധികാരം എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സോവറീൻ എന്നാണ്. ഇന്ത്യക്ക് സ്വന്തം കാര്യങ്ങളിൽ ആഭ്യന്തരമായും വിദേശീയമായും തീരുമാനമെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരമാധികാര എന്നുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ്. നമ്മുടെ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും സാമൂഹികവും സാമ്പത്തികവുമായ സമത്വം ഉറപ്പാക്കുന്നതാണ് സ്ഥിതി സമത്വം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മതേതരം, സെക്കുലാർ എന്നത് നമ്മുടെ രാഷ്ട്രത്തിനൊരു പ്രത്യേക മതമില്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക, ഒരു മതത്തോടും വിവേചനം കാണിക്കുകയും ചെയ്യരുത്. ഇതാണ് മതേതരം അഥവാ സെക്കുലാർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ജനാധിപത്യം. എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെയാണ് ഭരണം നടത്തുന്നത്. ജനങ്ങൾക്കും കൂടി ഭരണത്തിൽ പങ്കാളിത്തം നൽകുന്നതാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ലാസ്റ്റ് റിപ്പബ്ലിക് ആണ്. പലപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട് വരാനുള്ളതാണ്. റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റ് അഥവാ രാഷ്ട്രത്തലവൻ ജനങ്ങളെ നേരിട്ടോ അല്ലാതെയോ
തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമായി വരുന്ന രാജഭരണമല്ല, പകരം പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആ രാജ്യത്തിനെ റിപ്പബ്ലിക് എന്ന് വിളിക്കും. നമ്മുടെ രാജ്യത്തിലും എന്താണ്, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ രാജ്യം എന്താണ്, ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. അപ്പോൾ ഈ 4 വേർഡ്സ് 5 വേർഡ്സും നമ്മൾ പഠിച്ചിരിക്കണം. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നതാണ്. ഏതൊക്കെ? നീതി. എന്താണ്? നീതി, പിന്നെ സ്വാതന്ത്ര്യം, സമത്വം എന്നീ വേർഡ്സുകൾ. ഇതിനകത്ത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്താണ്? നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നീതി ഉറപ്പാക്കുന്നത്? അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ നമ്മുടെ ആമുഖം നിഷ്കർഷിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ജസ്റ്റിസ് ആണ്, ഏതൊക്കെ തരത്തിലുള്ള നീതിയാണ്? സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയാണ് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അടുത്തത് സ്വാതന്ത്ര്യം. എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്? ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം. ഇത്രയും നമുക്കുണ്ട്. ദെൻ സമത്വം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഇന്ത്യയത്. എന്നാൽ പദവിയിലും അവസരത്തിലും വീണ്ടും ഇക്വാലിറ്റിയെ പറ്റിയിട്ട് നമ്മുടെ രാജ്യം പറയും, നമ്മുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. പദവിയിലും അവസരത്തിലും എല്ലാവർക്കും തുല്യത നൽകുക എന്നത്. ലാസ്റ്റ് ഒരെണ്ണം കൂടി പറയുന്നുണ്ട്. ഏത് വേർഡ്സ് കൂടി പഠിക്കണം? ഫ്രട്ടേണിറ്റി, സാഹോദര്യം എന്നത്. നമ്മുടെ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. ഏതാണ് ഈ വേർഡ്? രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം വളർത്തുക. ഇതും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇനി ഇത് ഇത്രയുമാണ് ആമുഖം എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 5 പ്രധാനപ്പെട്ട വേർഡ്സുകളാണ് നമ്മുടെ രാജ്യം എന്താണെന്നുള്ള ഡെഫിനിഷൻ. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇനി എല്ലാ പൗരന്മാർക്കും നീതിയും സ്വാതന്ത്ര്യവും സമത്വവും പിന്നെ സാഹോദര്യം പുലർത്താനും പറയുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും ഉറപ്പുവരുത്താനും പറയുന്നുണ്ട്. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മുഖ്യമായിട്ടൊരു ചോദ്യമാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഒരേ ഒരു ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അത് ഏത് ഡേറ്റ് ആണെന്നുള്ളത്. അത് ഏത് ഡേറ്റാണ്? അതാണ് 1949. ഏതാണ്? 1949 നവംബർ 26 ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്തത്. അതായത് ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഭരണഘടനയുടെ ആമുഖം സ്വീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. ഭരണഘടനയെ സ്വീകരിച്ച ദിവസം ആര്? ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പോൾ അത് എന്നാണെന്ന് ചോദിക്കും. 1949 നവംബർ 26 ഇത് മാത്രമാണ് ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് 1976 അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏത് പ്രാവശ്യമാണ്? 1976 ഇത് ഭേദഗതി ചെയ്തത്. എത്രാമത്തെ ഭേദഗതി? 42ാം ഭേദഗതി. ഇതിൽ 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം 3/1/1977 മുതൽ എന്ത് പ്രാബല്യത്തിൽ വന്നു? അതായത് എന്താണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1977 മുതൽ 3/1/1977 മുതൽ ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളത് സ്ഥിതി സമത്വ മതേതര ജനാധിപത്യം, അതായത് സ്ഥിതി സമത്വവും ഏതും കൂടി മതേതരം എന്ന് പറയുന്ന 2 വേർഡ്സും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി. പിന്നെ അഖണ്ഡതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രാഷ്ട്രത്തിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഖണ്ഡതയും ഒക്കെ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 1976 42ാം ഭേദഗതി പ്രകാരമാണ്. അതായത് 1949 നവംബർ 26
1976 ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് കൊടുക്കുന്ന സമയത്ത്, സ്വീകരിക്കുന്ന സമയത്ത് ഈ ആമുഖത്തിൽ ഏത് വേർഡ്സ് ഇല്ല? സ്ഥിതി, സമത്വം, മതേതരം, ഇതില്ല. ഇത് പിന്നീട് 1976 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ് ആഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഇതെന്നാണ് നിലവിൽ വന്നത്? 1977. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ SCERT ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പോയിന്റ്സുകളുണ്ട്. അതായത് ഇതിൻ്റെ പുറംചട്ട ഉണ്ടാക്കിയത് നന്ദലാൽ ബോസാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള SCERT ക്ലാസ്സുകളാണ്. ഓരോ പേജും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും SCERT റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കൂടി ലഭിക്കുന്നതാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.